ഫാമിലി ജംഗ്ഷനിലെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു ഫുഡ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നൊരു ഫുഡ് വ്ളോഗുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് നെയ്യാറ്റിൻകരയിൽ ഒരു പ്രശസ്തമായ ഒരു കടയുണ്ട്, ഇറാനിയ റെസ്റ്റോറൻ്റ് എന്നാണ് പറയുന്നത്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുഴിമന്തിയാണ് സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെയും പോയി കഴിക്കാറുള്ളതാണ്. ഒട്ടുമിക്ക ഹോട്ടലിൽ നമ്മൾ കയറിയിട്ടുണ്ട് അല്ലേ, തിരുവനന്തപുരത്തായിരുന്നാലും എവിടെയായിരുന്നാലും ഒട്ടുമിക്ക ഹോട്ടലിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ടേസ്റ്റ് ഇന്ന് പരിചയപ്പെടുത്താനാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങ് പോവാം, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇറാനിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ സിറ്റി ബേക്കറി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സിറ്റി ബേക്കറി, അതോടെ കുറേ ചോക്ലേറ്റും അതും ഇതും എന്താ പറയുക എല്ലാ സംഭവം അല്ലേ. അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. പാറശാല ഭാഗത്ത് നിന്ന് വരുന്നവർക്കും ഈ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്നവർക്കും ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിടാം അല്ലേ. വണ്ടി പാർക്ക് ചെയ്തൊക്കെ ഇടാൻ പറ്റും. അത്രയും സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മൊത്തം ഹട്ടായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു 4-5 ഹട്ടായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അതിനു മുമ്പേ ഇവിടെ ഒരു സിറ്റി ബേക്കറി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒന്ന് ചുറ്റി കാണിച്ചു തരാം. ഇവിടെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഷവായി, പിന്നെ കേട്ടോ തന്തൂരി, തന്തൂരി ഉണ്ട്, ഗില്ലിഡുണ്ട്, ടിക്കയുണ്ട്. ഇവിടെ തന്നെ ഷവർമയുണ്ട്, ഷവർമ പോയി കഴിക്കുന്നത് എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. ഇത് അൽഫാമാണ് കേട്ടോ. നമ്മൾ ഹട്ടിലോട്ട് പോയാണ്. ഇവിടെ പോകുമ്പോൾ വെയിറ്റേഴ്സ് പറയും നമുക്ക് എവിടെ ഇരിക്കാമെന്ന്. അതിന് മുമ്പ് ഹാൻഡ് വാഷ് ചെയ്യാം. ഇതാ അടിപൊളിയായിട്ട് റീലെല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഒരു കേട്ടോ ഓട്ടോറിക്ഷ ഓൾട്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇറാനിയുടെ പേരും കൊടുത്തിട്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് തന്നെ ഒരു ബൈക്കുണ്ട്. ഇതെവിടെ വാട്ടർഫോൾസൊക്കെ ഉണ്ടായിരുന്നു, ഓണാക്കിയിട്ടുണ്ടോ നമ്മുടെ പഴയ മോഡൽ, അതിലൊരു ട്രഡീഷണൽ കേരള ട്രഡീഷണൽ പോലത്തെ ഒരു കാളവണ്ടിയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്ട നമ്മുടെ ചേതക്കുവ മോഡൽ എല്ലാം സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഈ ഹട്ടിലൊന്നും ഇരിക്കണം. വെയിറ്റേഴ്സിനൊന്നും കണ്ടില്ല, വെയിറ്റ് ചെയ്യാം. യെസ്, നമുക്ക് സ്ഥലം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മളെ ഹട്ട്. അടിപൊളിയാണ്. എല്ലായിടത്തും ലൈറ്റ്, മ്യൂസിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ. ജസ്റ്റ് വേണ്ടേ, ഇതാണ് നമ്മുടെ ടേബിൾ കേട്ടോ. നോ സ്മോക്കിംഗ്, മദ്യപാനം പാടില്ല, ലിക്കർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. കണ്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മ ഒരു ഫുള്ള് ഓർഡർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ ദേവുവിന് അല്ലേ എല്ലാ വീഡിയോയിലും ഡയറ്റ് എന്ന് പറയുന്നത് എല്ലാ വീഡിയോയിലും പറയണ്ട ഡയറ്റ് എന്ന്. പക്ഷേ കഴിക്കണേന് ഒരു കുറവുമില്ല. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാധനം എത്തും കേട്ടോ. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ മന്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മന്തി ഒന്ന് കാണാം. ഓക്കെ, യെസ്, ഇതാണ് മന്തി കേട്ടോ. അപ്പോൾ ഇതിലുള്ളത് മയോണീസ് ഉണ്ട്, ടൊമാറ്റോ ചട്നിയുണ്ട്, സോയ ചട്നിയുണ്ട്, സോസാണ് കേട്ടോ. അത് സലാഡുണ്ട്, 2 ചെസ്റ്റ് പീസ് ചിക്കൻ, മന്തി ചിക്കനാണ് കേട്ടോ. പിന്നെ റൈസ് ഉണ്ട്. റൈസ് അൺലിമിറ്റഡ് ആണ് കേട്ടോ. നമ്മൾ എത്ര വേണോ ആവശ്യമുള്ള ചോദിച്ചാൽ തരും. ഓക്കെ, അപ്പോൾ ഞാൻ ദേവും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, വലിയ ചിക്കനാണ് കേട്ടോ. കേട്ടോ
ഇതെനിക്കാണേ. ദേവന് ലെഗ് പീസാണ് കേട്ടോ. അടി കിടൽ ലെഗ് പീസാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് റൈസ് ഉണ്ട് കേട്ടോ. റൈസ് അൺലിമിറ്റഡ് ആണ്. നമ്മൾ എത്ര വേണോ ചോദിച്ചാൽ തരും. നമുക്ക് കഴിയുന്നത് നമ്മൾ കഴിക്കൂ. എന്താ നമ്മൾ കഴിച്ചിട്ടതിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾക്കും ഇവിടെ വരാം. അടിപൊളി. തീർച്ചയായിട്ടും വരാം കേട്ടോ. അത് അത്ര ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ കഴിയും. ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അന്ന് KFC പോയാൽ അല്ല കേട്ടോ. അതന്നെ ഇവിടെ തീർച്ചയായിട്ടും എല്ലാവരും മാറണം. തീർച്ചയായിട്ടും നമ്മൾ റെക്കമെൻഡ് ചെയ്യാണ്. ഇവിടെ വന്നിരിക്കണം. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. നെയ്യാറ്റിൻകരയിലെ തന്നെ ഫേമസ് റെസ്റ്റോറൻ്റ് ആണിത്. ഈ പീസൊക്കെ എടുത്തിട്ടേ മയോണൈസിന് മുക്കി കഴിയണം. അടിപൊളി. പിന്നെ ഈ സോസും ഈ ചുമന്ന സോസുണ്ട്. വല്ലാത്ത ടേസ്റ്റ് ചേട്ടാ. സ്വീറ്റ് ഉണ്ട്, സോറുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. എരിവ്, പുളി, ഇനിപ്പ്, അതായത് എന്താ പറയാം, നല്ല മധുരമാണ് അല്ലേ. മധുരമാണ്, സ്പൈസിയും ഉണ്ട്, പുളിപ്പും ഉണ്ട്. വല്ലാത്തൊരു സോസാണ്. ഭയങ്കര ഇഷ്ടം കേട്ടോ. ആ ഈ ചൈനീസ് ഡിഷിന് ഉപയോഗിക്കുന്ന ചില്ലി സോസ് അല്ല, അത് ഈ ചിക്കനിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ, ഈ ചോറിൽ വീത്തി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കഴിച്ച് വേണ്ടേ ഒരുവിധം റെഡി ആയിരിക്കുകയാണ്. ആവശ്യത്തിലധികം റൈസ് വീണ്ടും ആണല്ലേ. റൈസ് ഇതാ വീണ്ടും കൊണ്ട് തട്ടിത്തരാണ്. ഇഷ്ടം പോലെ. അവർ പറഞ്ഞ് അൺലിമിറ്റഡ് എത്ര വേണോ റൈസ് തരാമെന്ന് ഞാൻ പറയും. വേണ്ട, എനിക്ക് അതെല്ലാം പൊതിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നല്ല ലാഭമാണ്. നമ്മൾ കൊടുക്കുന്ന പൈസ നമുക്ക് ലാഭമാവും. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി, അല്ലെങ്കിൽ നമുക്ക് ഈ കുഴിമന്തി എടുക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അവിടെ കുഴിമന്തി അടിയിൽ നിന്ന് എടുക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ലേറ്റായി പോയി. ഇനി ഒരിക്കൽ വരുമ്പം അടിപൊളിയായിട്ട് എല്ലാം ഒന്ന് പരിചയപ്പെടുത്തരാം. ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഫുഡൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങളിവിടെ വരണം, വന്ന് കഴിച്ചിരിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.